അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഈ മജ്ലിസ് കമൻ്റ് എഴുതുന്നവരുണ്ട്, മജ്ലിസ് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, അള്ളാഹു ഒരു മനുഷ്യനെ റഹ്മത്ത് ചെയ്യുന്നത് അവൻ മറ്റുള്ളവരോട് റഹ്മത്ത് ചെയ്യുമ്പോഴാണ്. അള്ളാഹു ഒരാൾക്ക് മഗ്ഫിറത്ത് കൊടുക്കുന്നത്, പാപമോചനം കൊടുക്കുന്നത് അവൻ മറ്റുള്ളവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമ്പോഴാണ്. അതായത് നമ്മളോട് ദേഷ്യപ്പെട്ടവർ, നമ്മളോട് മോശത്തരം പറഞ്ഞവർ, നമ്മളോട് വേണ്ടാത്തരം പറഞ്ഞവർ, നമ്മളോട് തെറി പറഞ്ഞ ആളുകൾ, നമ്മളെ വേദനിപ്പിച്ചവർ, അവർക്ക് നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക. അവരെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ മൈൻഡ് ചെയ്യണ്ട, അവരവരുടേതായ പാട്ടിന് പോട്ടെ. അല്ലാതെ എപ്പോഴും വൈരാഗ്യം വെച്ചുകൊണ്ട് നടന്നാൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി തുച്ഛമായ സമയങ്ങൾ മാത്രമാണുള്ളത്. പരസ്പരമുള്ള വൈരാഗ്യവും ദേഷ്യവും കുശുമ്പും അതുപോലുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റിവെച്ചാൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നമുക്ക് ഈ ഒരു സമയത്തെങ്കിലും നേടിയെടുക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇനിയുള്ള സമയങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് പറയണേ. ഉമ്മമാരെ, നിങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, ആ ഒരു സമയത്ത്, പ്രത്യേകിച്ച് മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അത് നിങ്ങൾ ഒരുപാട് വട്ടം പറയണേ. അല്ലാഹു തആല തൗഫീക്ക് തരുമാറാവട്ടെ. അവൻ്റെ മഗ്ഫിറത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അപ്പോൾ മഗ്ഫിറത്തിന്റെ പത്തിലെ അതിശ്രേഷ്ഠമായ ചില സമയങ്ങൾ മാത്രമാണ് നമ്മളിലുള്ളത്. ഇനി നമ്മളിലേക്ക് വരാനുള്ളത് അള്ളാഹുവിൻ്റെ അഫുവിൻ്റെ, അതുപോലെ തന്നെ നരകമോചനത്തിൻ്റെ, സ്വർഗപ്രവേശനത്തിൻ്റെ 10 ദിനങ്ങളാണ് നമ്മളിലേക്ക് വരാനുള്ളത്. അള്ളാഹുവെ പടച്ചവനെ, നിന്റെ മാപ്പ് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ, അതുപോലെ നിന്റെ നരകത്തിൽ നിന്നും കാവൽ കിട്ടുന്നവരുടെ, നിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയുള്ള 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ റമളാനിൻ്റെ അതിശ്രേഷ്ഠമായ, റമളാനിൻ്റെ കാതലായ ദിനങ്ങളാണ് അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 ആയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുണ്ട് മുറുക്കി ഉടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശ്രദ്ധയോടെ. കാരണം മുണ്ട് ഉടുക്കുക എന്ന് പറഞ്ഞാൽ ആ മുണ്ടൊന്ന് ലൂസായാൽ പിന്നെ അതൊന്ന് ഉടുക്കുന്ന സമയം പോലും വേസ്റ്റ് ആക്കാതെ, അതായത് അത്രമാത്രം സൂക്ഷ്മതയിൽ ഒരൊറ്റ സമയം പോലും കളയാതെ നബിതങ്ങളെ ഇബാദത്ത് ചെയ്യുമ്പോൾ അത് നബിയല്ലേ, നബി അന്നത്തെ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ലാഘവത്തോടു കൂടി കാണാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മളുമൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടിയായിരിക്കണം ഇനിയുള്ള 10 ദിവസങ്ങൾ. റമളാനിൻ്റെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ അത് നഷ്ടമായ, റമളാൻ നഷ്ടമായി. ആദ്യത്തെ 10 ചിലപ്പോൾ നമ്മൾ ഒരു അശ്രദ്ധയോടുകൂടി കളഞ്ഞിട്ടുണ്ടാവാം, അതിങ്ങനെ കളയാൻ പാടില്ല. അതുപോലെ രണ്ടാമത്തെ 10ലും പല അശ്രദ്ധയും വന്നിട്ടുണ്ടാവാം. മൂന്നാമത്തെ 10ൽ ഒരു അശ്രദ്ധയും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാഹ് ഞാനിപ്പോൾ ഇമാമായി സേവനം ചെയ്യുന്ന എറണാകുളം മാർക്കറ്റ് പള്ളി, എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ ഇതിന് മുന്നുള്ള സമയങ്ങളിലൊക്കെ, റമളാനിലൊക്കെ, റമളാനിൻ്റെ അവസാനത്തെ 10 മുഴുവനും ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ പള്ളിയിൽ. റമളാനിൻ്റെ പകലും രാത്രിയിലും ഇഅ്തികാഫ്. അവർ കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൂട്ടി വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നതെന്ന്. തുച്ഛം ആളുകളേ ഉള്ളൂ. അപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. അതായത് റമളാനിൻ്റെ അവസാനത്തെ 10 ആയാൽ പിന്നെ വീട്ടിലേക്ക് പോകില്ല. കാരണം പള്ളിയിൽ തന്നെ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമുണ്ട്, അത്താഴത്തിൻ്റെ ഭക്ഷണമുണ്ട്, പിന്നെ ബാത്റൂം സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് കിടക്കാനും ഫാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വീട് പോലെ, അതായത് ഇഅ്തികാഫ് പള്ളിയിൽ തന്നെ രാവും പകലും പള്ളിയിൽ ഖുർആനോത്തും അതുപോലെ തസ്ബീഹും ദിക്റൊക്കെ ആയിട്ട്. ഞാൻ സേവനം ചെയ്യുന്ന പള്ളി മാത്രമല്ല, നിങ്ങളുടെയൊക്കെ പരിസരത്തുള്ള പള്ളികളിലൊക്കെ അങ്ങനത്തെ ആളുകളുണ്ടാവും. അതായത് അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ്, ഒരിക്കലും നഷ്ടപ്പെടരുത്. കാരണം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് എപ്പോഴാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നബിതങ്ങൾ ഒരു സ്വഹാബിയോടല്ല, പല സ്വഹാബിമാരോട് പല സമയങ്ങളിൽ പറഞ്ഞു കൊടുത്തത് റമളാനിൻ്റെ അവസാനത്തെ 10ലെ ഒറ്റ രാവുകളെ പ്രതീക്ഷിക്കാനാണ്. അപ്പോൾ 21-ാം രാവ്, അതുപോലെ 23-ാം രാവ്, 25, 27, 29,
ഈ രാവുകളിലെല്ലാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇനി വരുന്ന 10 ദിവസങ്ങൾ അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ്. മറ്റ് ദുന്യവിയായ ചർച്ചകളിലേക്കൊന്നും പോവാതെ ഇതൊക്കെ ഉസ്താദെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടത്താനുള്ളതും ഉടുപ്പെടുക്കാനുള്ളതൊക്കെ ഈ അവസാന 10-ലാണ്. ഞാനും ചില സമയങ്ങളിലൊക്കെ അവസാനത്തെ 10-ലായിരിക്കും. എന്ന് വെച്ചാൽ അതിനു വേണ്ടി തന്നെ സമയം കളയാനല്ല. നമുക്ക് ഡ്രസ്സ് എടുക്കണം, നമ്മുടെ ഉമ്മാക്ക് എടുക്കണം, വാപ്പാക്ക് എടുക്കണം. അതെന്താണ്, ഒരു ദിവസം മൊത്തം രാവിലെ ഇറങ്ങിയ പിന്നെ വൈകുന്നേരം വരെ എന്താ ഡ്രസ്സ് എടുക്കാൻ പോയി. എവിടെ പോയി? ഡ്രസ്സ് എടുക്കാൻ പോയി. ളുഹർ കളായാക്കി, അസർ കളായാക്കി, അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുതേ. നമുക്ക് ഡ്രസ്സ് എടുക്കണം, പെരുന്നാൾ നല്ല ഉടുപ്പൊക്കെ വേണം. അതിൽ റമദാനിന് മുമ്പ് എടുത്തു വെക്കാൻ പറ്റില്ല ഖൈർ, അങ്ങനെ എടുത്തു വെക്കുന്ന ആളുകളുണ്ട് കേട്ടോ. റമദാന്റെ ആദ്യത്തെ സമയങ്ങളിൽ തന്നെ ഉടുപ്പൊക്കെ എടുത്തു വെക്കുന്ന ആളുകളുണ്ട്. കാരണം ഇത് അവസാനത്തെ 10 പിന്നെ ഇങ്ങനെ റോഡിലൂടെയും അതുപോലെ തന്നെ മാർക്കറ്റിലൂടെയും ഈ കച്ചവട സ്ഥാപനങ്ങളിലൂടെയൊക്കെ വെറുതെ ഇങ്ങനെ വലിച്ചുവാരി നടക്കാനുള്ള ആ ഒരു പ്രയാസം കാരണത്ത് ആ സമയം കൂടി അവർക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പല ആളുകളും നേരത്തെ ഡ്രസ്സുകൾ എടുത്തു വെക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ എടുത്തു വെച്ച ആളുകളും ഉണ്ടാവും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരിൽ. ഇനി ഈ അവസാനത്തെ 10-ലാണ് നിങ്ങൾ ഡ്രസ്സ് എടുക്കുന്നതെങ്കിൽ ഒരു വക്കത്ത് പോലും നിങ്ങളെ കള ആക്കരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കണേ. കടയിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയാൽ ചിലപ്പോൾ പുരുഷന്മാരെന്ത് ചെയ്യും, അടുത്ത് പള്ളിയുണ്ട്, പള്ളി പോയി നിസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ നിസ്കരിച്ചിട്ട് വരും. ഉമ്മമാരെ ഇങ്ങനെ ഡ്രസ്സ് അതെടുത്തു, ഇതെടുത്തു, അങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു. അവസാനം ളുഹറും ഒക്കെ കളായ, അസറും ഒക്കെ കളായിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് ചെല്ലുന്നത്. അതിശ്രേഷ്ഠമായ ഈ റമദാനിൻ്റെ പുണ്യ പകലുകൾ, അത് പുണ്യരാത്രികൾ, അതിൻ്റെ പവിത്രത നമ്മൾ കളഞ്ഞു കുളിക്കരുതേ. ഇനിയുള്ള ഈ റമദാനിൻ്റെ അതിശ്രേഷ്ഠമായ അവസാന 10 ദിനങ്ങൾ നമ്മളിലേക്ക് വരുന്നു. ഈ അവസാനത്തെ 10 ദിനങ്ങളിലെ ഈ ശ്രേഷ്ഠമായ സമയങ്ങളെ നമ്മളൊന്ന് ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ. എങ്ങനെയാ ബഹുമാനിക്കേണ്ടത്? പരമാവധി ഈ അവസാനത്തെ 10 പറയേണ്ട ദിക്റുകൾ നമ്മൾ പറയുക. അതുപോലെ തന്നെ ഒരുപാട് തൗബയുടെ വചനങ്ങൾ പറയുക. പരമാവധി ഇഅ്തികാഫ് അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. വിശുദ്ധമായ ഖുർആൻ കൂടുതലായി ഓതാൻ ശ്രമിക്കുക. അതുപോലെ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹുകൾ പറയാൻ ശ്രമിക്കുക. ദുആ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കുക. സൂറത്തുൽ ഖദർ, ആ സൂറത്തുൽ ഖദർ ഒരുപാട് വട്ടം ഓതുക. ഇതൊക്കെയാണ് ഈ അവസാനത്തെ 10 ദിനങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു മനുഷ്യൻ റമദാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അവനിക്ക് കിട്ടുന്നത് 10 നേട്ടങ്ങളാണ്. ഒന്നാമതായി ഇത് പറയുന്നത് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ ഖദ്ദസല്ലാഹു സിറഹുൽ ജീലാനി തങ്ങൾ അവിടുത്തെ ഉന്യ എന്ന കിതാബിലും മറ്റതല്ലാത്ത കിതാബുകളിലൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ത്? അള്ളാഹു ആദരിച്ച സമയങ്ങളെ ഒരാൾ ആദരിച്ചാൽ, അള്ളാഹു ആദരിച്ച സമയമാണ് വിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആദരിച്ച, ബഹുമാനിച്ച സമയമാണ്. അതുകൊണ്ട് ഈ അവസാനത്തെ 10 ദിനങ്ങളെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അതിൽ ഒരുപാട് കണ്ട് നമ്മൾ ഇബാദത്ത് എടുത്താൽ അവനിക്ക് ഒന്നാമത്തെ പ്രതിഫലം അൽ ബർക്കത്തു ഫിൽ ഉംർ, അവന്റെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് തരുമെന്നാണ്. അതായത് ഈ ദിനങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയും ചെയ്താൽ നമ്മുടെ ആരോഗ്യം അല്ലാഹു ക്ഷയിപ്പിച്ച് കളയില്ല, രോഗങ്ങൾക്ക് അടിമയായി പോകില്ല. അതുപോലെ തന്നെ വർഷങ്ങളായി കിടന്ന കിടപ്പിൽ രോഗിയായി കിടക്കുന്ന ഒരവസ്ഥ അല്ലാഹു നമുക്ക് വരുത്തില്ല. അല്ലാഹു കാക്കുമാറാവട്ടെ. അതിലെന്ത് ചെയ്യണം? ഇനി വരുന്ന ഈ 10 ദിവസങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. രണ്ടാമത്തെ നേട്ടം അസിയാദത്തു ഫിൽ മാൽ. ഒരുപാട് കടമുണ്ട് ഉസ്താദേ, ഒരുപാട് പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ എത്രയോ ആളുകളാണ്. അതിനുള്ള പരിഹാരമാണ് ഈ വരുന്ന പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങളെ നിങ്ങളൊന്ന് സജീവമാക്കാൻ ശ്രമിക്കുമോ എങ്കിൽ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് തരും. മൂന്നാമത്തെ അൽ ഹിഫ്ദു ഫിൽ ഇയാൽ, കുടുംബത്തിൽ അല്ലാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. ഇന്ന് മക്കളെ പുറത്തേക്ക് അയക്കാൻ നമുക്ക് പേടിയാണ്, ആൺമക്കളെ പുറത്തേക്ക് അയക്കാൻ, പെൺമക്കളെ പുറത്തേക്ക് വിടാൻ നമുക്ക് പേടിയാണ്, ഭയമാണ്. അതുപോലെ തന്നെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ഇന്ന് പലതരത്തിൽ കൊള്ളയും നടക്കുന്ന കാലമാണ്, നമ്മളെ തന്നെ വഞ്ചിക്കപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കുടുംബ സംരക്ഷണം അല്ലാഹു തരുന്നതാണ് ഈ വരുന്ന 10 ദിനങ്ങളെ ബഹുമാനിച്ചാൽ. നാലാമത്തേതോ വതക്ഫീറു സയ്യിആത്ത്, പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. അഞ്ചാമത്തേത് വയുളാഅഫുൽ ഹസനാത്ത്, നന്മകൾക്ക് അല്ലാഹു 700, 7000, 70000, 7 ലക്ഷം, 7 കോടി ഒക്കെ ആയിട്ട് അല്ലാഹു തആല അധികരിപ്പിച്ചു തരും. അത്രയൊക്കെ കിട്ടും ഉസ്താദെ? കിട്ടും. കാരണം അല്ലാഹ് നമ്മളെപ്പോലെയുള്ളവനല്ല. പടച്ചോൻ ഒരിക്കലും പിശുക്ക് കാണിക്കുന്നവൻ, അവനെ അകമഴിഞ്ഞ് സഹായിക്കുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു ആണ് നമുക്ക് നന്മ തരുന്നത്, നമുക്ക് നന്മക്ക് ഇരട്ടി പ്രതിഫലം അല്ലാഹു തരുന്നതാണ്. ആറാമത്തേത് അത്തസ്ഹീലു സക്കറാത്ത്, സക്കറാത്തുൽ മൗത്ത് അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരുമെന്നാണ്. അല്ലെ, എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയം റാഹത്തായിട്ടുള്ള മരണം അല്ലാഹു തരും. ഏഴാമത്തേതോ അൽഇയാഉ ഫി ളുലുമാത്തിൽ ഖബർ, ഖബറിന്റെ ഇരുട്ടിനെ തൊട്ട് അല്ലാഹു തആല നമ്മെ കാക്കുകയും
ഖബറിൽ നമുക്ക് വെളിച്ചം അല്ലാഹു തരുന്നതാണ്. പിന്നെയോ എട്ടാമത്തേത് അത്തസ്കീലു ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുന്നതാണ്. 9 വന്നജാതു ഫീ ദറകാത്തിന്നാർ, നരകത്തിന്റെ ഫിത്രയിൽ നിന്നും നരകത്തിന്റെ ഫസാദിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടും. ഈ റമളാനിന്റെ അവസാനത്തെ 10 നമ്മൾ ഏറ്റവും കൂടുതലായി ചോദിക്കേണ്ട ഒരു കാര്യമാണ് നരകമോചനം. ആ നരകമോചനം അല്ലാഹു നമുക്ക് തരുന്നതാണ്. 10 അസ്സുഊദു ഫീ ദറജാത്തിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി അല്ലാഹു നമുക്ക് തരുന്നതാണ്. അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ റമളാനിന്റെ അവസാനത്തെ 10 ദിനങ്ങളെ നമ്മൾ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ റമളാനിൽ ഉസ്താദേ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എത്രയോ കമൻ്റ് എഴുതുന്നത് അല്ലെ, ദ്വാരക്കണേ എന്ന് പറയും എത്രയോ ആളുകളാണ്, എത്രയോ ഉമ്മമാർ ഉപ്പമാർ ദ്വാ വസിയത്ത് പറയുന്നത്. ഈ റമളാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ വിഷമ പ്രയാസ സങ്കടങ്ങൾ മാറണം. അതിന് മുത്തായ റസൂല് അവിടുത്തെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നബിതങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അള്ളാഹുവിൻ്റെ ഹബീബ് ഉടൻ തന്നെ പറഞ്ഞ് ആ പ്രശ്നങ്ങൾക്ക്, ആ ബുദ്ധിമുട്ടുകൾക്ക്, ആ സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്ന ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദുആയാണ്, പലരും ഇത് മറന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദുആ പറഞ്ഞു തരാം. ദുആഉൽ ഖർബ് എന്നാണ് അതിൻ്റെ പേര്. ഇത് ഞങ്ങൾക്ക് അറിയാം ഉസ്താദെ. അറിയാം. നിങ്ങൾ എത്ര പേര് പറയുന്നുണ്ട്? ഇന്നത്തെ ദിവസം എത്ര പേര് ദുആഉൽ ഖർബ് പറഞ്ഞു? ആ പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് എഴുതുമോ? ദുആഉൽ ഖർബ് ഉസ്താദ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. നമുക്കറിയാം, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. അവിടെയാ പ്രശ്നം. ഒരുപാട് അറിഞ്ഞിട്ട് കാര്യമില്ല, അറിയുന്നതനുസരിച്ച് പ്രവർത്തിക്കണം. അതാ വേണ്ടത്. അപ്പോൾ ഈ ദുആഉൽ ഖർബ് ഈ പരിശുദ്ധമായ റമളാനോടുകൂടി ഇൻഷാ അല്ലാഹ് എല്ലാ പ്രയാസവും മാറണം. അതിന് ഈ അവസാനത്തെ 10 നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട, പിന്നെ മഗ്ഫിറത്തിൻ്റെ 10 വിട പറയാൻ ഒരുങ്ങുന്നു. ഈ മഗ്ഫിറത്തിൻ്റെ 10ലും ഇനി വരാനിരിക്കുന്ന അവസാനത്തെ 10ലും നമ്മൾ കൂടുതലായി പറയേണ്ട ദുആഉൽ ഖർബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും എന്ത് പ്രയാസം വന്നാലും നബിതങ്ങൾ ഇത് പറയുമായിരുന്നു. കടങ്ങൾ മാറാൻ, വീടിൻ്റെ പ്രശ്നം മാറാൻ, വീട് ലോണിലാണ്, അതുപോലെ ജപ്തിയിലാണ് എന്ന് പറയുന്ന എത്രയോ സങ്കടം പറയുന്ന ഉമ്മമാരുപ്പമാരുണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ, ജോലി സംബന്ധമായ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ സംബന്ധമായ ഒരുപാട് ക്ലേശങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു പരിഹാരമാണ്. പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരിമാരെൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ നിങ്ങളുടെ മക്കളിലോ മരുമക്കളിലോ പേരക്കുട്ടികളിലോ ആരെങ്കിലുമൊക്കെ വിശേഷമായിട്ട് ഇരിപ്പുണ്ടോ എങ്കിൽ അവരോടും ഈ ദുആ പറയണേ. കാരണം ഇന്ന് അംഗവൈകല്യങ്ങളുള്ള കുട്ടികൾ കൂടുതലായി ജനിക്കുന്ന ഒരു സംസ്ഥാനമായി മാറി നമ്മുടെ കേരളം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. എല്ലാവിധത്തിലുള്ള ന്യൂനതകളെ തൊട്ടും നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷമഘട്ടങ്ങളെ തൊട്ടെല്ലാം രക്ഷ കിട്ടാൻ, മാത്രമല്ല ഇന്ന് മാസം തികയാതെ പ്രസവിക്കുന്നു, 7ാം മാസത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്നു, സിസേറിയൻ ചെയ്യുന്നു, എന്നിട്ട് കുട്ടി 1, 2, 3 മാസമൊക്കെ NICUയിൽ കിടന്നിട്ട് വലിയ പ്രയാസത്തിലാണ്, തൂക്കമില്ല. ഒരു സഹോദരി കമന്റ് ഇട്ടിരിക്കുകയാണ്, ഉസ്താദേ എൻ്റെ മരുമോള് 7ാം മാസത്തിൽ, അത് 6.5 കഴിഞ്ഞു 7ലേക്ക് കിടക്കുന്ന ആ സമയത്ത് പെട്ടെന്നൊരു ശ്വാസം മുട്ട് വന്നു. ഡോക്ടർമാർ പറഞ്ഞു ഗർഭിണിയായിരുന്നു, സിസേറിയൻ ചെയ്യണം, അല്ലെങ്കിൽ കുട്ടി മരണപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രായമെത്താത്ത, വളർച്ചയെത്താത്ത കുട്ടിയെ സിസേറിയനിലൂടെ പുറത്തേക്കെടുത്തു. നോക്കുമ്പോൾ എന്തോ 800 ഗ്രാമോ എത്രയേ ഉള്ളൂ, 800 താഴെ ഗ്രാമേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് NICUയിൽ കയറ്റിയതാണ്. പിന്നെ 2.5 മാസത്തോളമായി. ഒരു 800 കിലോ ആയാലേ NICUയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഭയങ്കര വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. തള്ള ഒരു സ്ഥലത്ത്, കുഞ്ഞൊരു സ്ഥലത്ത്, വലിയ വിഷമത്തിലാണ് ഉസ്താദെ. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു, എന്നിട്ട് ചിലവ് താങ്ങാൻ പറ്റാതെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ആളുകൾ, ഫോണിൽ വിളിച്ച് പറയുന്ന ആളുകൾ, നേരിട്ട് കണ്ട് പറയുന്നവർ. അള്ളാഹു ഇവിടച്ചവനെ എല്ലാവരെയും എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അള്ളാഹ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമായിട്ടുള്ള ഓരോ സഹോദരന്മാരും ഇത് നിത്യമായി ഇത് പറയേണ്ട ഒരു ദുആയാണ് ദുആഉൽ ഖർബ്. ഏതാണ് ദുആഉൽ ഖർബ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം.
കരീം. എന്താ അതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, സഹനശക്തിയും മഹാനുമായ അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനില്ല അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിന്റെ ആകാശ ഭൂമികളുടെ ഉടമസ്ഥനായ അല്ലാ, നീയല്ലാതെ ആരാധനക്കർഹനില്ല. ഇത് മുത്തായ റസൂൽ എന്ത് വിഷമം വന്നാലും പറയുന്ന ഒരു ദുആയാണ് ദുആഉൽ ഖർബ്. പ്രയാസ പ്രശ്നങ്ങൾ മാറാനുള്ള ദുആ എന്ന് തന്നെയാണ് ഈ ദുആന്റെ പേരിന്റെ അർത്ഥം തന്നെ. ദുആഉൽ ഖർബ്, ഖർബ് പ്രതിസന്ധികൾക്കുള്ള പരിഹാരത്തിനുള്ള ദുആയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ദുആ മറന്നു പോവേണ്ട. ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്നാണ്. അപ്പോൾ ഈ ദുആ മറന്നുപോയി. റമളാനോടുകൂടി നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറണം. അത് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള വരുന്ന റമളാനിന്റെ അവസാനത്തെ 10 നമ്മൾ പറയുന്ന ദിക്റുകളിൽ ഇതും കൂടി ആഡ് ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറ്റി തരുമാറാവട്ടെ. ഈ റമളാൻ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. ഇന്നും അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തു. മഗ്ഫിറത്തിന്റെ 10 ആണല്ലോ, അത് ഇവിടെ പറയാൻ ഏതാനും ദിവസങ്ങളെന്ന് പറയാനില്ല, മണിക്കൂറുകൾ മാത്രമാണുള്ളത്. പിന്നെ അവസാനത്തെ 10 കടന്നു വരികയാണ്. നമ്മൾ റമളാനിലെ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമളാനുകളെ സ്വീകരിക്കുവാനും അതിലേക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും കരുണാവാരിധിയായ പടച്ചവൻ നമുക്ക് വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ എത്രയോ ദുആ വസിയത്താൻ എത്രയോ പേരാണ്. അള്ളാഹു പടച്ചവനെ ആരൊക്കെ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ. രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ റഹ്മാനെ. മരണപ്പെട്ടുപോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പ്രവാസികളായ സഹോദരിമാരെ സഹോദരങ്ങൾ ഞങ്ങളുടെ ക്ലാസ് കേൾക്കുന്നവരാണ് റബ്ബി. അവരുടെയൊക്കെ ജീവിതത്തിൽ, അവരുടെ കച്ചവടത്തിൽ, അവരുടെ കുടുംബത്തിൽ എല്ലാവിധ സമാധാനവും റാഹത്തും ഇസ്സത്തും കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.